ഹായ്, എന്തൊക്കെ വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പം ഞാൻ നമ്മളെ അയൽവാസി നാട്ടിൽ പോയപ്പോൾ അവിടുത്തെ മുറ്റം കഴുകലും അവിടുത്തെ വേസ്റ്റ് എടുക്കലൊക്കെ വേറൊരു ചങ്ങാനെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അവനും നാട്ടിൽ പോയി. അപ്പോൾ ആ പണി എനിക്ക് തന്നിക്കണം. ഏത് പണി കിട്ടിയാലും നമ്മൾ വിടൂല. അവിടെ ടൈൽസ് എന്നല്ല, ഏത് പണിയാലും എടുക്കും. ഞാൻ ഈ ഡ്രൈവർ പണി എടുക്കുള്ളൂ, വേറെ പണിയൊന്നും എടുക്കില്ല എന്ന് പറയുന്നവർക്ക് പിന്നെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇവിടെ വന്നാൽ പൈസ ഉണ്ടാക്കുക, അതിനുള്ള മാർഗം നോക്കുക, ഏത് പണിയായാലും എടുക്കുക. അപ്പോൾ പ്രവാസികളെ അനുഭവങ്ങളാണ്, ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോസേ കാരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കിതാ ഈ കാണുന്ന 1, 2 അങ്ങനത്തെ ഈ ചെടികൾ, ഈ ചെടികൾ നനയ്ക്കുക, 2 ദിവസം കൂടുമ്പോൾ നനയ്ക്കുക. പിന്നെ എന്താ, ഇവിടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുന്ന് വെക്കും. ചിലപ്പോൾ 1 കീസാവും, 2 or 3 കീസൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ അർബാനിലിട്ട് കൊണ്ടുവരിക. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ടോ, അത് സിമ്പിൾ പരിപാടി, 5-10 മിനിറ്റ് പരിപാടിയാണ്. കുറച്ച് ചെടികൾക്ക് നനയ്ക്കുക, വെള്ളം മുറ്റത്ത് ഒന്ന് അടിക്കുക പൈപ്പേറ്റ്. അതൊക്കെ ആഴ്ചയിൽ 1 ദിവസം മതി. ഞാൻ ഇപ്പം ഒന്ന് അടിച്ചു തന്നെ ഉള്ളൂ. പിന്നെ അവിടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയിടുക, അത്രേ ഉള്ളൂ പണി. അപ്പം നമ്മൾ ഈ ലൈനിൽ ഇപ്പോൾ ഏകദേശം നമ്മൾ 1, 2, 3 വീട്ടിലൊക്കെ പണിയെടുത്തു. അപ്പോൾ വന്നിട്ട് കുറച്ചായിട്ടുള്ളല്ലോ. ഇവിടെ ഇങ്ങനെ പണിയെടുത്ത് പരിചയമാണ്. പിന്നെ എന്ത് പണിക്ക് വിളിച്ചാലും പോവാം. അപ്പോൾ അവിടെ പരിചയമാവും. പിന്നെ ഒരു ബൾബ് മാറ്റാണ്ടെങ്കിൽ നമ്മളെ വിളിക്കുള്ളൂ. അല്ലാതെ റൂമിൽ കടന്നുറങ്ങിയിട്ട് ഒരു കാര്യമില്ല. പണി കിട്ടാനാണ് നമുക്ക് കിട്ടുന്നത്, ഏത് കൊടുക്കും നമ്മൾ. അപ്പം അങ്ങനെയൊക്കെയാണ് ജോലിയൊക്കെ ഇഷ്ടംപോലെ കിട്ടാണ്ട് ഇവിടെ. വണ്ടിയൊക്കെ എത്രയോ കഴുകാണ്ട്, പക്ഷെ അതൊക്കെ പാകിസ്ഥാനികളെ കഴുകണം. നമ്മൾ മലയാളീസ് കഴുകൂല, മടി കാരണം. മടിയല്ല, ഒരു നാണക്കേട് കാരണം ചിലവർ കഴുകൂല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.